2026 കേരള ബജറ്റിനെ പറ്റി നോക്കാം. അപ്പോൾ 2026 കേരള ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ 2-3 ഷോർട്സുകളായിട്ട് നമുക്ക് കേരള ബജറ്റ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. 2026 കേരള ബജറ്റ്. 2026 ജനുവരി 29-നാണ് കേരള നിയമസഭയിൽ ഈ പറയുന്ന ബജറ്റ് അവതരിപ്പിച്ചത്. ധനമന്ത്രിയായ KN ബാലഗോപാൽ ആണ് ഈ പറയുന്ന ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ KN ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റാണ് ഈ പറയുന്ന 2026 കേരള ബജറ്റ് എന്ന് പറയുന്നത്. 15ാം നിയമസഭയുടെയും അതുപോലെ തന്നെ 2ാം പിണറായി സർക്കാരിന്റെയും അവസാനത്തെ ബജറ്റാണ് ഈ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത്. കേരള നിയമസഭയിലെ 77ാമത്തെ ബജറ്റാണ് 2026 കേരള ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 53 മിനിറ്റ് ആണ് കേരള ബജറ്റിന്റെ ദൈർഘ്യം. 2 മണിക്കൂർ 53 മിനിറ്റ് ആയിരുന്നു ബജറ്റിന്റെ ദൈർഘ്യം. ഈ ബജറ്റിനെ എൽഡർലി ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബജറ്റിനെ എൽഡർലി ബജറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് എൽഡർലി ബജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വയോജനങ്ങളുടെ ക്ഷേമമാണ് ഈ ബജറ്റിൽ കൂടുതലായും ഫോക്കസ് ചെയ്തത്. അപ്പൊ 2026 കേരള ബജറ്റിൽ കൂടുതലും ഫോക്കസ് ചെയ്തത് വയോജനങ്ങളുടെ ക്ഷേമമാണ്. അപ്പൊ ഇത്തരത്തില് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ്, ഇത്തരത്തിലൊരു എൽഡർലി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ വയോജന ക്ഷേമം മുൻനിർത്തുന്നത് കൊണ്ടാണ് ഈ പറയുന്ന 2026 കേരള ബജറ്റിനെ എൽഡർലി ബജറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ചരിത്ര ഗവേഷണ സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് ഈ ബജറ്റിൽ തീരുമാനിച്ചു. അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിലായിരിക്കും ഈ പറയുന്ന ചരിത്ര ഗവേഷണ സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കുമെന്ന് ഈ ബജറ്റിലുണ്ട്. അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിലായിരിക്കും ആ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് 16ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ജീവിച്ചിരുന്ന ഒരു ഇസ്ലാം പണ്ഡിതനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, പോർച്ചുഗീസുകാർക്കെതിരായ പുസ്തകമാണ് തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഇത്തരത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കേരള ബജറ്റ് 2026 പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ അടുത്ത ഷോർട്സിലൂടെ പങ്കുവയ്ക്കാം. ഇനി നമുക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അടുത്ത ഷോർട്സുകളിലൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക്